പണ്ട് മധുസാറ് പറയായിരുന്നു പടം കാണുമ്പോൾ പേടിയുണ്ട്. അപ്പോൾ ഞാൻ എന്താ സത്യം വെച്ചാൽ നമ്മുടെ കൂടെ നിന്ന് ആരുമില്ല, പലരും ഇല്ല. ഇപ്പം നമ്മൾ ഓരോ സിനിമ കാണുമ്പോൾ ഇന്നലെ വരെ നമ്മുടെ തോളെ കുറെ കൈയിട്ട് തമാശയും പറഞ്ഞ് നിന്ന ഒരാൾ ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ. നാളെ നമ്മുടെയൊക്കെ അവസ്ഥ തന്നെയാണ്. ഇതൊരു ഫാമിലി സബ്ജക്റ്റ് ആയതുകൊണ്ടാണോ ഒരു ഫാമിലിനെ മൊത്തം കാസ്റ്റ് ചെയ്തേക്കുന്നത്? അത് ഡയറക്ടറോട് ചോദിക്കേണ്ട, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ചോദിക്കേണ്ട ആവശ്യമാണ്. ബിന്ദു പണിക്കർ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു പില്ലറാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത്രയും ടാലന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ വഴിയെ തന്നെയാണ് സഞ്ചരിക്കുന്നതെന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാം. പലപ്പോഴും കല്യാണിയുടെ ഒക്കെ പെർഫോമൻസ് കണ്ട് ബിന്ദുവും സായിയും മാറിയിരുന്ന് സന്തോഷിക്കുന്നതും അവരുടെ കണ്ണ് നിറയുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ കല്യാണിയുടെ പെർഫോമൻസിൽ വളരെ ഹാപ്പിയാണെന്നുള്ള. അത് നമ്മുടെ ഡോക്ടർ പശുപതിയിലെ സൊസൈറ്റി ബാലന്റെ ക്യാരക്ടർ, ആ കോസ്റ്റ്യൂം അടക്കം ജീവിതത്തിൽ നിന്നും നമ്മൾ മനസ്സിൽ പോകൂല. ഞങ്ങളിവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ ശരിയാവില്ല. അതെങ്ങനെയായിരുന്നു ആ സിറ്റുവേഷനും കാര്യങ്ങളും? അത് വളരെ, കാരണം ഷാജി കൈലാസിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയല്ല ഡോക്ടർ പശുപതി അന്നത്തെ കാലത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭാഗ്യമാണ്. കൊട്ടാരക്കര ചേട്ടൻ്റെ കൂടെയാണ് ഉള്ള പടമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ, ആദ്യത്തെ പടം. സായിയുടെ കൂടെ അഭിനയിച്ചു. സായിയുടെ അടുത്ത തലമുറ കല്യാണിയുടെ കൂടെ അഭിനയിക്കുന്നു. തിലകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചു. ഷമ്മി തിലകൻ്റെ കൂടെ അഭിനയിച്ചു. അഭിമന്യു തിലകൻ്റെ കൂടെ അഭിനയിച്ചു. ഷറഫുദ്ദീനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നായകന്മാരിൽ കോമഡിയും വളരെ സീരിയസ് ആയിട്ടുള്ള നായക വേഷങ്ങളും നെഗറ്റീവ് ടച്ചുള്ള വേഷങ്ങളും എല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ്. കാരണം കുറേ വേഷങ്ങൾ അടുത്ത കാലത്തെല്ലാം വളരെ സീരിയസ് വേഷങ്ങളായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്നൊരു റിലീഫ് എനിക്ക് വളരെയധികം ഞാൻ ആഗ്രഹിച്ചിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും പ്രേക്ഷകരും ഒക്കെ ചോദിച്ചിരുന്നു ഹ്യൂമർ വിട്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിനുള്ള ഒരു മറുപടി ആയിരിക്കും മധുവിധു. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ വീണ്ടും ഒരു സിനിമാ വിശേഷമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. സിനിമയുടെ പേര് മധുവിധു. അപ്പോൾ ഈ സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സായി ചേട്ടനും ജഗദീഷ് ചേട്ടനും കല്യാണിയും എല്ലാവർക്കും ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. താങ്ക് യു. ഒരുപാട് സന്തോഷം. എന്തായാലും നിങ്ങൾ ഒരുമിച്ചൊന്ന് കാണാൻ പറ്റിയില്ല ഇതുപോലെ. ഏതായാലും മധുവിധു ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്താൻ പോവുക. 17-ാം തീയതി ഡേറ്റൊക്കെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ട്രെയിലറൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ടിരിക്കുക സിനിമ തിയേറ്ററിലേക്ക് വേഗം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. സൈഡാ, ഇതൊരു ഫാമിലി സബ്ജക്റ്റ് ആയതുകൊണ്ടാണോ ഒരു ഫാമിലിനെ മൊത്തം കാസ്റ്റ് ചെയ്തേക്കുന്നത്? ആണോ? അത് ഡയറക്ടറോട് ചോദിക്കേണ്ട, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സത്യത്തിൽ ഇതിൻ്റെ കഥ കേട്ടപ്പോൾ ഇതിൽ ആരാണ് മാർക്കോസ് എന്ന് എനിക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് വിഷ്ണു പറഞ്ഞു തന്നെ ആ മാർക്കോസ് ഞാനാണ്. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിൽ വരുന്നത്. സബ്ജക്റ്റിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടുണ്ട് ഇതിന്. ഒരു ഫാമിലി ആണെങ്കിൽ പോലും സാധാരണ നമ്മൾ സിനിമകളിൽ കാണുന്ന രണ്ട് ഫാമിലിയിലുണ്ടാകുന്ന അങ്ങനെയല്ല. അത് ആ ഫാമിലികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് മറ്റ് കുടുംബകഥയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന സംഭവം. ഓക്കെ, തീർച്ചയായിട്ടും. ഇതിലിപ്പോൾ ബാക്കി കാസ്റ്റിന് വരുമല്ലോ. ഇപ്പോൾ കല്യാണിയുടെ ബിന്ദുചേച്ചിയുടെ ക്യാരക്ടർ കാസ്റ്റിൻ്റെ അതറിയായിരുന്നു? അതെ, ആ കാസ്റ്റിങ്ങിന്റെ ഇപ്പൊ ഇവരുടെ എല്ലാം കാസ്റ്റിങ്ങിന്റെ കാര്യം അറിയായിരുന്നു. ഈ ക്യാരക്ടർ ഞാനൊന്നും അറിയില്ലായിരുന്നു. അതെ. എന്നിട്ട് ആദ്യം ഇതിന്റെ കഥ പറയുന്നത് മോളുടെ അടുത്ത് കഥ പറയാൻ വന്നതാണ്. അതെ, എൻ്റെ അടുത്ത് കഥ പറയാൻ വന്നതല്ല. അല്ല. ഓക്കെ, അങ്ങനെയാണ് കണക്ട്. അതെ. ഓക്കെ, എന്തായാലും അതൊക്കെ ഓൾറെഡി മനസ്സിൽ പ്ലാൻ ആയിരിക്കും. മോള് വഴി നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിരിക്കും പ്ലാൻ. എന്തായാലും സംഭവം നടന്നു. എന്തായാലും അതുപോലെ തന്നെ ജയിച്ചേട്ടാ, എന്തായിരുന്നു നമ്മുടെ ഇതിലെ ക്യാരക്ടർ? എൻ്റെ ക്യാരക്ടർ രാജ്കുമാർ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ആഞ്ഞിലിമൂട് തറവാട്ടിലെ ഒരു എന്താ പറയുക 3 ജനറേഷനുണ്ട്. അതിൽ ഒരു ജനറേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഞാനാണ്. അച്ഛൻ്റെ മകൻ, എൻ്റെ മക്കള്. അപ്പം അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനാണ് ഇതിനകത്ത്. എൻ്റെ അച്ഛനും ഉണ്ട് പടത്തിൽ. അപ്പോൾ ഇതിനകത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ്, കാരണം ഇപ്പോൾ ആൾക്കാരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഹ്യൂമറാണ്. ഞാനും ആഗ്രഹിച്ചിരുന്നത്, കാരണം കുറേ വേഷങ്ങൾ അടുത്ത കാലത്തെല്ലാം വളരെ സീരിയസ് വേഷങ്ങളായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്നൊരു റിലീഫ് എനിക്ക് വളരെയധികം ഞാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും പ്രേക്ഷകരും ഒക്കെ ചോദിച്ചിരുന്നു ഹ്യൂമർ വിട്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിനുള്ള ഒരു മറുപടി ആയിരിക്കും മധുവിധു. അപ്പോൾ ധാരാളം ഹ്യൂമറുള്ള ബേസിക്കലി നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും ഇതൊരു ഹ്യൂമറസ് ഫിലിമാണ്. ഹ്യൂമറിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഫിലിമാണ്. കോമഡിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഫിലിമാണ്. സാധാരണ അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റാറില്ല. കാരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞിട്ട് ഇത്രയൊന്നും ഹ്യൂമർ ഇല്ലല്ലോ എന്ന് പറയും. ഇതിൽ അങ്ങനെ നിരാശപ്പെടേണ്ടി വരില്ല. ആവശ്യം പോലെ ഹ്യൂമറുണ്ട്.
അപ്പോൾ സാധാരണ ഇപ്പോൾ ആ പ്രേക്ഷകർക്ക് ഫീൽ ഗുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് ചെറിയ ഒരു വലിയ താല്പര്യക്കുറവുണ്ട്. ഫീൽ ഗുഡിനൊക്കെ അപ്പുറം ഞങ്ങൾ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു കോമഡി മൂവി, ഫാമിലി കോമഡി മൂവി എന്ന രീതിയിലാണ് ഇതിൻ്റെ അണിയറ ശില്പികൾ, സംവിധായകൻ ഉൾപ്പെടെ, വിഷ്ണു ഉൾപ്പെടെ എല്ലാവരും പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു ഫാമിലി കോമഡി ആയിട്ടാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കൂടി തിയേറ്ററിൽ പോയി ആ സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. സാധാരണ നമ്മുടെ ഒഫീഷ്യൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ഫുൾ റിലീഫ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫിലിമായിരിക്കും. സമാധാനത്തിൽ ഫാമിലി ഒക്കെ ആയിട്ട് ഒന്ന് പുറത്തിറങ്ങി പോയി കണ്ട് തിരിച്ചു വരാൻ പറ്റുന്നത്. നമ്മൾ കുറച്ച് നാളായിട്ട് അങ്ങനത്തെ കുറച്ച് പടങ്ങൾ കിട്ടാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യണം. കാരണം എല്ലാം വേണമെങ്കിലും നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ ഇപ്പോൾ പഴയ മേലെപ്പറമ്പിൽ അൻപടി ഇങ്ങനെ കുറേ ഫാമിലി മൂവികൾ ഉണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ പടങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. എന്തായാലും അതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കല്യാണി എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ സിനിമയാണല്ലോ, സോ അതിന് ഒരു ഇരട്ടി മധുരമാണ് എപ്പോഴും. പിന്നെ ജഗദീഷ് സാറിൻ്റെ കൂടെയും അസീസ്ക, പിന്നെ സൈച്ചൻ അച്ഛനായിട്ട് തന്നെ വരുമ്പോൾ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. തീർച്ചയായിട്ടും എന്തുകൊണ്ടും എൻ്റെ വെരി സ്പെഷ്യൽ. ശരിക്കും വീട്ടിൽ നിന്ന് മാറിയൊരു സിനിമ ലൊക്കേഷനിലേക്ക് പോയതായിട്ട് ഫീൽ ചെയ്യില്ലല്ലേ? എന്തായാലും അച്ഛനും അമ്മയൊക്കെ ചുറ്റും തന്നെയുണ്ട്, പ്രത്യേകിച്ചൊന്നും പുതിയൊരാളല്ല. ആ ഒരു എങ്ങനെയുണ്ടായിരുന്നു? അറിയില്ല, അങ്ങനെ ഒരു ആദ്യം കാസ്റ്റ് ചെയ്യാൻ സൈച്ചൻ ആണ് നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. അയ്യോ എങ്ങനെയായിരിക്കും നമുക്കറിയില്ലല്ലോ. പക്ഷെ തുടങ്ങിയപ്പോ കുഴപ്പമില്ലായിരുന്നു. സത്യമായിട്ട് ഒരു കുടുംബം പോലെയായിരുന്നു എല്ലാരും. കല്യാണിക്ക് ആ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ. ബിന്ദു പണിക്കർ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു പില്ലറാണല്ലോ. അപ്പോൾ അത്രയും ടാലന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ വഴിയെ തന്നെയാണ് സഞ്ചരിക്കുന്നതെന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാം. പിന്നെ സായികുമാറിന്റെ എന്താ പറയാ, ശിക്ഷണത്തിലല്ലേ വളരുന്നത്. അപ്പൊ കലാകുടുംബമാണ്. ആ കുടുംബത്തിന്റെ എല്ലാ പോസിറ്റീവ് എലിമെന്റ്സും കല്യാണിയിലുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവാർഡ് കിട്ടിയ പോലെ തന്നെയാണ് സത്യം. ഇത് എന്താ പറയാ, ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു ആർട്ടിസ്റ്റ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടത് കല്യാണി ഈ സീനിൽ അഭിനയിക്കാൻ നേരത്ത് സായികുമാറിൻ്റെ, ബിന്ദുവിൻ്റെ ഒക്കെ തന്നെ അവരുടെ ഇൻവോൾവ്മെൻറ്റ്, ഇൻ്റർഫിയറൻസ് എന്നല്ല ഞാൻ പറയുന്നത്, അവർ ഇടപെടുകയല്ല, അവരിതിൽ പൂർണ്ണമായിട്ടും ലയിച്ച് അവർ വേണ്ട ഒരു എന്താ സപ്പോർട്ട് കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പലപ്പോഴും കല്യാണിയുടെ ഒക്കെ പെർഫോമൻസ് കണ്ട് ബിന്ദുവും സായിയും മാറിയിരുന്ന് സന്തോഷിക്കുന്നതും അവരുടെ കണ്ണ് നിറയുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അവർ നേരിട്ട് അങ്ങനെ പുകഴ്ത്തൊന്നുമില്ല, യു ആർ ഗ്രേറ്റ് കല്യാണി എന്നുള്ള രീതിയിലൊന്നും അവർ അങ്ങനെ പറഞ്ഞു കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ കല്യാണിയുടെ പെർഫോമൻസിൽ വളരെ ഹാപ്പി ആണെന്നുള്ളത്. അതല്ലേ വേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴേ അങ്ങ് അടിച്ചു പൊക്കാൻ പാടില്ല. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഹാപ്പിയാണ്. കല്യാണി ഫസ്റ്റ് പടത്തിൽ തന്നെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു അവാർഡ് കിട്ടിയിട്ടൊക്കെ വിചാരിച്ചു. വളരെ സന്തോഷം. നമ്മള് നേരത്തെ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കല്യാണിയുടെ കണ്ണും നിറഞ്ഞിരിക്കുക. എന്തായാലും സന്തോഷം. എന്തായാലും ഈ ഒരു മൊമെന്റിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾക്കും പറ്റിയല്ലോ. എന്തായാലും എന്താ പറയുക, ഈ ഒരു ശിക്ഷണത്തിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ഫസ്റ്റ് ചുവട് വെച്ചത് ഒരിക്കലും അത് ചെറുതല്ല, വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ ആദ്യം ഇന്നാവുന്നത് ഇതിൻ്റെ ഒരു മെയിൻ സീക്വൻസിലേക്കായിരുന്നു. ഡയലോഗ് സീക്വൻസ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഡയലോഗ് സീക്വൻസ്. ഫുൾ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പം എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നെ ജഗദീഷ് സാർ ഉണ്ട് മുമ്പിൽ. ഭയങ്കര ബ്ലെസ്ഡ് ആണ്. തീർച്ചയായിട്ടും സൈച്ചനുണ്ട്, അസീസ്കയുണ്ട്, എവറിബഡി വാസ് ദെയർ അറൗണ്ട്. എന്നും ഓർക്കുന്ന നിമിഷങ്ങളായിരിക്കും അതിൻ്റെ സിനിമയിൽ. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പെർഫോമൻസ് സൈഡ് മാറ്റി നിർത്തിയേക്കും. കൂടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഇപ്പം പറയണം, നേരിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അത് കല്യാണിക്ക് തന്നെ അറിയാം. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും കോംപ്ലിമെൻ്റ് ഇല്ല. ചിലപ്പോൾ കണ്ടിട്ട് ഞാൻ പറഞ്ഞാൽ കല്യാണി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സായികുമാറിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ പറയാണ്, നല്ല വിനയമുള്ള കുട്ടിയാണ്. ഈ സെറ്റിൽ നമുക്കെല്ലാവർക്കും കല്യാണിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. കാരണം അതിനകത്ത് ഒരു പിന്നെ സായിയുടെയും ബിന്ദുവിൻ്റെയൊക്കെ മകളാണെന്നുള്ള ഒരു താരജാടയോ അങ്ങനെ ഉള്ള ഒന്നുമില്ല. അവർ വളർത്തിയതിൻ്റെ ഒരു ഗുണം കൊണ്ട് വളരെ എന്താ പറയുക, വളരെ സാധാരണക്കാരിയായിട്ട് എവിടെയെങ്കിലും ഒരു നായികയാണെന്നുള്ള ഒരു ഭാവം ആ സെറ്റിലുണ്ടായിട്ടില്ല ഒരിക്കലും. അതൊക്കെ നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യണം. കാരണം അതെന്തുകൊണ്ട് ഇപ്പം ഞാൻ കോംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ രീതിയിൽ തന്നെ തുടരുന്നത് എന്തുമാത്രം ഇൻഡസ്ട്രിക്ക് നന്നായിരിക്കും എന്നുള്ളതാണ്. കാരണം ആ വിനയം നമ്മൾ കാണുമ്പോൾ, വിനയമില്ലാത്തവരാണോ എന്ന് ചോദിച്ചിരുന്നാൽ കുറേ പേരെങ്കിലും ചിലപ്പോൾ നമ്മൾ സിനിമയിൽ ചിലപ്പോൾ ഇത്രയും കോംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയാറില്ല. അപ്പോൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം.
അവരിങ്ങനെ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ കല്യാണിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയായിട്ട് ആ സെറ്റിലുണ്ടായിരുന്നു. എല്ലാവർക്കും കല്യാണിയോട് ഇഷ്ടവും സ്നേഹവും വാത്സല്യവുമായിരുന്നു. തീർച്ചയായും ഈ പോകുന്ന വഴി ശരിയാണ്. കമ്മിറ്റ്മെന്റ് ഉണ്ട്, നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ട്, പ്രതിബദ്ധതയുണ്ട്. ഒരു സീൻ എനിക്കതൊക്കെ ഇഷ്ടമാണ്. പങ്ക്ച്വാലിറ്റി എനിക്കത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചിരുന്നാൽ ഒരു സീനിന് വരുമ്പോൾ അവിടെ കല്യാണി കാരണം ഡിലേ വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ ചില നായികമാർ മേക്കപ്പിനൊക്കെ ഒരു 10 മിനിറ്റ് കൂടെ എടുക്കും, 15 മിനിറ്റ് കൂടെ എടുക്കും, 25 മിനിറ്റ് എടുക്കും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ചൊരു വിഷമം തോന്നാറുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മളെല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെ അത് കോംപ്ലിമെന്റ് ചെയ്യുന്നുള്ളേ ഉള്ളൂ. ഇനി ചോദിക്കാം. ശരി, എന്തായാലും ചേട്ടൻ ഇപ്പൊ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഒരു കോമഡി ട്രാക്കിലേക്ക് വന്നു പറഞ്ഞ പോലെ സൈഡാ നമ്മൾ കുറച്ച് നാളായിട്ട് സായി ചേട്ടനെ ഭയങ്കര പ്രായമായിട്ടൊക്കെയാണ് കാസ്റ്റ് ചെയ്തോണ്ടിരുന്നത്. ഇതിലൊരു ജെന്റിൽമാൻ ലുക്കിൽ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അല്ല, ഇതിലും കുറച്ച് നേരം ഉണ്ട്, ചെറുതായിട്ട്. അത് പക്ഷേ അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ചതാ. ഞാൻ ഡയറക്ടർ വിഷ്ണുവിന്റെ അടുത്ത് ഞാൻ ചോദിച്ചതാ, ഞാനിത് വെച്ചോട്ടെ. അപ്പം വിഷ്ണു വിചാരിച്ചത് ഞാൻ ഈ നര ഈ കളർ ചെയ്തുണ്ടാക്കിക്കൊണ്ട് വന്നതാണ്, അല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയുള്ളൂ. ഇതവിടെ വെച്ചതാ, അതാ സത്യം. എന്തായാലും വളരെ വളരെ സന്തോഷം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോമഡി മൂവി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളെല്ലാം കൂടി കൂടുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മീറ്റർ കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ അത് എഴുതുന്നതിലാണെങ്കിലും ഡയറക്ഷനിലാണെങ്കിലും അവരുടെ പെർഫോമൻസിലാണെങ്കിലും എല്ലാവരും കറക്റ്റ് ആ ഒരു മീറ്ററിൽ വന്നാലാണ് കാണുന്ന നമുക്കൊരു എല്ലാ സൈഡും നമ്മളൊരു അവിയലൊക്കെ കഴിക്കുന്ന പോലെ എല്ലാം കൂടി ചേർത്തൊരു സാധനം കിട്ടുക. ഇതിൽ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും പെർഫോമൻസൊക്കെ മൊത്തത്തിൽ? അല്ല, ഈ ഷറഫുദ്ദീൻ്റെ ഈ കോമഡി ടൈമിംഗ് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഷറഫുദ്ദീനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നായകന്മാരിൽ കോമഡിയും വളരെ സീരിയസ് ആയിട്ടുള്ള നായക വേഷങ്ങളും നെഗറ്റീവ് ടച്ചുള്ള വേഷങ്ങളും എല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ് ഷറഫുദ്ദീൻ. ഷറഫുദ്ദീൻ വരുമ്പോൾ നമ്മൾ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഷറഫുദ്ദീൻ പക്കാ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട്, പ്യുവർ നായകൻ ചെയ്തിട്ടുണ്ട്, കോമഡി കലർന്ന നായകൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഹലോ മമ്മിയിലൊക്കെ ചെയ്യുമ്പോൾ ഷറഫുദ്ദീൻ്റെ അതല്ല പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഹലോ മമ്മി മാത്രമല്ല ഒരുപാട് ഷറഫുദ്ദീൻ ചിത്രങ്ങളിൽ ഷറഫുദ്ദീൻ്റെ കോമഡി ടൈമിംഗ് എല്ലാവരും പ്രേക്ഷകരുടെ എപ്പോഴും മുക്തകണ്ഠമായ പ്രശംസ ലഭിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് ഷറഫുദ്ദീൻ. അപ്പോൾ ഷറഫുദ്ദീൻ്റെ ഇതിനകത്ത് ഒരു കോമഡി ഫിലിമിലെ നായകൻ്റെ ഏറ്റവും നല്ല കോമഡി മുഹൂർത്തങ്ങളുണ്ട്. പിന്നെ കോമഡി മാത്രമല്ല ഇതിനകത്തുള്ളത്, ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഉള്ള ചില ഇമോഷൻസ്, ചില സെൻറ്റിമെൻറ്റ്സ്, അതൊക്കെ ഷറഫുദ്ദീൻ്റെ ഷോൾഡറിൽ ഭദ്രമാണ്. പിന്നെ അസീസ് അടുത്ത കാലത്ത് എല്ലാ നല്ല വേഷങ്ങളിലാണ് അസീസ് വന്നുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രേക്ഷകരുടെ സ്നേഹം പിടിച്ചു പറ്റിയ ഒരു നടനാണ് അസീസ്. അസീസിൻ്റെ വളരെ നല്ല കോമഡി ഉണ്ടാവും. പിന്നെ ഒരു സസ്പെൻസ്, ഒരു സ്പെഷ്യൽ അപ്പിയറൻസിൽ ബിന്ദു പണിക്കരുണ്ടാവും. അത് ഞാൻ ഇവിടെ വെച്ച് പറയാം. എന്തെങ്കിലും പൊട്ടിക്കണ്ടേ? അപ്പൊ എന്റേതായിട്ടുള്ള ഒരു സംഭവം ഒരു ചെറിയ വേഷത്തിലാണ്, പക്ഷെ ബിന്ദുവിൻ്റെതായിട്ടുള്ള നിമിഷങ്ങൾ ആ സീനിലുണ്ടാവും. അത് ആൾക്കാർ പറയും ആ സീൻ ചെയ്യേണ്ടത് ബിന്ദു തന്നെയാണ് എന്ന് പറയുന്ന രീതിയിൽ. അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ ഒരുപാട് ആലോചിച്ചു അത് ആര് ചെയ്യും ആലോചിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഫാമിലി ആയിട്ട് തന്നെ ഇരിക്കട്ടെ, ബിന്ദു ചെയ്യുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു ക്യാമിയോ ആയിരുന്നു. അപ്പോൾ ബിന്ദുവിനോട് ചോദിച്ചു പിന്നെന്താ ഞാൻ ചെയ്യാം, നമ്മൾ ആർട്ടിസ്റ്റ് വലിയ ചെറിയ സീനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ആ ബിന്ദു വന്നതിൻ്റെ ഗുണം ആ സീനിലുണ്ട്, അതിപ്പോഴേ ഞാൻ പറയാം. അടിപൊളി ഇന്റർവ്യൂ മുതലായി. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമുക്ക് സിനിമ കാണാനുള്ള പ്രതീക്ഷകൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. നമുക്ക് വളരെ കുറച്ച് സമയമാണ് അനുവദിച്ച് തന്നേക്കുന്നത്. ഒരു 1-2 കാര്യങ്ങൾ കൂടി ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ഷമിക്കണം കേട്ടോ. ഓക്കെ. ഈ കണ്ണി കൂടി എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പോൾ ഈ ഇടയായിട്ട് യൂട്യൂബിലൊക്കെ അതിൻ്റെ കുറേ സീൻസ് ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. അതിൽ ഒരു SI ഒരു പ്രതി നമ്മളൊരു കോംബോ സയേട്ടനും ജയശേട്ടനും നമ്മളൊരു സംഭവം ആ പോയേക്കുന്ന രീതി ഭയങ്കര രസമായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഇത് ഇത്ര അധികം ചർച്ച ചെയ്യപ്പെടാതെയും ആൾക്കാരിലേക്ക് എത്താത്തതെന്നും അറിയില്ല. ഒരുപാട് സിനിമകൾ ഇപ്പോൾ ചേട്ടൻ്റെയോ ജഗദീഷേട്ടൻ്റെയോ പേര് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സിനിമകൾ വരുന്നുണ്ടെങ്കിലും ഈ ഒരു പടം ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടില്ല. പക്ഷെ ഭയങ്കര രസകരമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ഇത് പോയേക്കുന്നത്. ആ ഒരു കോംബോ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ആ കഥയായിട്ട് ലയിച്ച് ചേരണം. പിന്നെ നിങ്ങൾ തമ്മിലൊരു സിങ്ക് വേണം. ഇതെല്ലാം കൂടി വരുമ്പോഴല്ലേ അങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്. അല്ല, നല്ല ചോദ്യമാണ്. കാരണം ഈ കണ്ണികൊടി എന്ന ചിത്രം എൻ്റെ രണ്ടാമത്തെ മകള് ഒരു സൈക്യാട്രിസ്റ്റാണ്. അപ്പോൾ മകള് ആ കാലത്തിലുള്ള പല ചിത്രങ്ങളും മിസ്സായിട്ടുണ്ട്.
അപ്പോൾ ആ കാലത്തുള്ള ഒരു ചിത്രം എന്ന നിലയിൽ അടുത്ത കാലത്ത് ഈ കണ്ണികൂടി കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എന്തൊരു നല്ല പടമാണ്, ഇതങ്ങനെ സൂപ്പർ ഹിറ്റായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം അത്ര സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ല. അതാണ് അതിൻ്റെ ട്രാജഡി. ഗംഭീര പടമാണ്. അതിന് നമ്മൾ നമിക്കുന്നത് ഞാനും സായും KG ജോർജ് സാർ, അനശ്വരനായ അദ്ദേഹം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ എന്താ പറയുക, അദ്ദേഹം ഒരു 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 ജീനിയസിന് അപ്പുറം പലതുമാണ്. തൊടുന്നതിലെല്ലാം സംവിധായകൻ എന്ന നിലയിലും തിരക്കഥാകൃത്ത് എന്ന നിലയിലും. പിന്നെ എന്തുകൊണ്ട് അന്ന് അത് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്ന് ചോദിച്ചാൽ എൻ്റേതായിട്ടുള്ള ഒരു ഉത്തരമാണ് ഞാൻ പറയുന്നത്. അത് ശരിയാകണമെന്നില്ല. യവനിക എന്ന ചിത്രത്തിൽ ഈ നാടകവും പശ്ചാത്തലമായിട്ട് വന്നിട്ട് അതിനകത്തൊരു കൊലപാതകത്തിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു. അതിനകത്തൊരു കൊലപാതകം ഉണ്ടായിരുന്നു. ഈ കണ്ണികൂടി എന്ന ചിത്രത്തിൽ വലിയ ഗൗരവമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നിട്ട് അതിൽ അവസാനം ആത്മഹത്യയായി ആയിരുന്നു എന്ന് കാണിക്കുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അല്പം നിരാശപ്പെടുത്തിയുള്ള സത്യം. അന്നത്തെ പ്രേക്ഷകർ. ഇന്നത്തെ പ്രേക്ഷകർ അങ്ങനെ അല്പം കൂടി വളർന്നിരിക്കുന്നു. അവർക്ക് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതിനപ്പുറം നല്ല സിനിമയാണോ എന്നാണ് ഇന്നത്തെ പ്രേക്ഷകർ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ അതിനൊരു പ്രത്യേക ശ്രദ്ധയും അപ്രീസിയേഷനും കിട്ടുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിലെ ക്യാരക്ടറൈസേഷൻ ജോർജ് സാർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും പിന്നെ സായ്കുമാർ എന്ന ആക്ടറിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസുകളിൽ ഒന്നാണ് ഈ കണ്ണികൂടി. തീർച്ചയായിട്ടും. കാരണം ജോർജ് സാർ അങ്ങനെ ആക്ടേഴ്സിനെ ഇപ്പം നമ്മളെ സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ ഭയങ്കര ഭാരെന്നുള്ള രീതിയിലല്ല, കറക്റ്റ് ക്യാരക്ടേഴ്സിനെ പറ്റിയ ആൾക്കാരെ ജോർജ് സാർ സെലക്ട് ചെയ്യാറുള്ളൂ. ഒരു സീനാണെങ്കിലും അര സീനാണെങ്കിലും ജോർജ് സാർ അത്രയും നോക്കിയിട്ട് അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അന്ന് ജോർജ് സാർ അങ്ങനെ ജോർജ് സാറിൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു തന്നെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യം. ബാക്കി സായി പറയാം അതിനെക്കുറിച്ച്. ഭയങ്കര ഭാഗ്യമാണ്. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു തരുന്ന ഒരു രീതിയുണ്ട്. ഒരു ഞാൻ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ കഥയെപ്പറ്റി പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ആദ്യം പറഞ്ഞത് യവനിയെ കണ്ടിട്ടുണ്ടോ എന്നാണ്. കണ്ടിട്ടുണ്ട്, അത് മനസ്സിനെ മറന്നേക്കുന്നാണ്. ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാർ, അത് അങ്ങനെ മറക്കാൻ പറ്റുന്നൊരു സിനിമയല്ല. ആണ്, പക്ഷെ നമ്മുടെ ഷൂട്ടിംഗ് കഴിയുന്നവരേക്ക് അത് മറന്നേക്കും. കാരണം അതിൻ്റെ ഒരു ഛായ പോലും ഇതിൽ വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളും വളരെയേറെ ശ്രദ്ധിച്ചാണ് ചെയ്തത്. അതിനകത്ത് നമുക്ക് ചെയ്ത വേഷത്തിൻ്റെ ഒന്നും ഒരു ലാംഗ്വേജ് പോലും വരരുത് എന്നുള്ള രീതിയിൽ. പക്ഷേ പോലീസ് ഓഫീസേഴ്സാണ് രണ്ടും. ഒരു മർഡറിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നതാണ് സംഭവം. അപ്പം മുറകളും കാര്യങ്ങളൊക്കെ ഒരേപോലെയൊക്കെ ആയിരിക്കുമെങ്കിലും ആകുന്നതും അതിൻ്റെ ഒരു ഷാഡോ വരാതെ രീതിയിലാണ് നമ്മൾ ചെയ്തതും ചെയ്യിപ്പിച്ചതും. വ്യക്തമായതിന്റെ പുറകിലൊരു ഇനി അത് വീണ്ടും ആ ചിത്രം കൂടുതൽ ആൾക്കാർ കാണും, വീണ്ടും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഔസേപ്പച്ചനാണ് അതിന്റെ നിർമ്മാതാവ്, വാളക്കുഴി നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അത് ഇപ്പോഴാണ് അതിന് അംഗീകാരം കിട്ടിയിരിക്കുന്നത്. റാംജിറാവിന്റെ ഒരാളാണ്. അതെ അതെ, ഒരു കണക്ഷൻ വന്നിട്ടുണ്ട് വേറെ വഴി കൂടി. അതിൽ ഡയലോഗുകളൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാടൊന്നും ഓവറാക്കാതെ, ഇപ്പോൾ ചേട്ടനെ വീട്ടിൽ ചെന്ന് വിളിക്കുമ്പോൾ വയ്യ എന്ന് പറയുമ്പോൾ അകത്ത് ആളുണ്ടെന്ന് മനസ്സിലായിട്ട് വല്ലാത്ത ചതിയായി പോയി എന്ന് പറയുന്നത് അറിയും. അല്ലാണ്ട് അവിടെ നിന്നിട്ട് കൂടുതൽ ഡയലോഗൊന്നും പറയുന്നില്ല, ഒറ്റ വാക്കില്. അല്ല, ചേട്ടൻ ആ SI ക്യാരക്ടർ ചെയ്തത് ആ ഒബ്സർവേഷൻ അത് പറഞ്ഞു തന്നതുപോലെയാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ ഈ കഥയെപ്പറ്റി കഥ പറഞ്ഞു തന്നപ്പോൾ തന്നെ ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് വളരെ സ്പഷ്ടമായിരുന്നു. അതിന് നമ്മൾ അവിടെ ഇവിടെയും കുറച്ച് മസിലും കാര്യങ്ങളും മാത്രം കൊടുത്താൽ മതി, ബാക്കി സ്ട്രക്ചർ കറക്റ്റാ. അങ്ങനെയാണ് പറഞ്ഞു തരിക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. പിന്നെ അതിനകത്ത് വേറൊരു വളരെ ഒരു നമ്മുടെ സഹായകരമായെന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആർട്ടിസ്റ്റുകളാണ് വളരെ സപ്പോർട്ടീവായിരുന്നു എല്ലാവരും. എന്നുവെച്ചാൽ അയ്യോ അവരുടെ കയ്യിൽ നിന്ന് പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോയല്ലോ, അല്ലെങ്കിൽ മറ്റായാലും ചെയ്യാത്തതിൻ്റെ പേര് നമുക്ക് കുറയ്ക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു സംഭവമേ ഇല്ല. ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കരമായിരുന്നു. തീർച്ചയായിട്ടും. ഒരെണ്ണം ഇട്ടാൽ തിരിച്ചവിടെ നിന്ന് കിട്ടും. അപ്പം അതൊരു ഭയങ്കര സുഖമായിരുന്നു. അത്രയും നല്ലൊരു ടീമായിരുന്നു ആ സിനിമ ശരിക്കും പറയാം. എന്തായാലും എത്രയും പെട്ടെന്ന് ആൾക്കാരിലേക്ക് അത് എത്തട്ടെ, അങ്ങനെ തന്നെ പറയാനുള്ളത്. കല്യാണി, നമ്മളെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാണുന്ന സിനിമകൾ എന്ന് പറയും, ഇപ്പോൾ നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന സിനിമകൾ, അതിൽപ്പെട്ട ഈ നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെയും സായി ചേട്ടൻ്റെ ഒക്കെ പഴയ പടങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി തന്നെ നമ്മൾ യൂട്യൂബ് അവിടെ ഓണാക്കി വെക്കും. അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഇഷ്ടമുള്ളത് കാണാമല്ലോ. അങ്ങനത്തെ ഫേവറേറ്റ് ഏതാണ്? പണ്ടത്തെ സിനിമകളാണ്. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ സമയങ്ങളിലെ പണ്ടത്തെ ഒരുപാട് പടങ്ങൾ കാണാറുണ്ട് യൂട്യൂബിൽ. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മണിച്ചിത്രത്താഴാണ്. ഭയങ്കര റീവാച്ച് ചെയ്തിട്ടുള്ള എൻ്റെ കുറച്ച് പണ്ടത്തെ സിനിമകൾ. ഓക്കെ, ഇപ്പൊ നമ്മളൊക്കെ നേരെ പുറകോട്ട് റാഞ്ചറാവും. അതുപോലെ തന്നെ ചേട്ടാ
ഒരു സൊസൈറ്റി ബാലൻ, അയ്യോ അതൊന്ന് ചോദിക്കണം, ആ ക്യാരക്ടർ എന്റെ പൊന്നെ നമ്മുടെ ഡോക്ടർ പശുപതിയിലെ സൊസൈറ്റി ബാലന്റെ ക്യാരക്ടർ, ആ കോസ്റ്റ്യൂം അടക്കം ജീവിതത്തിൽ നിന്നും നമ്മൾ മനസ്സിൽ പോകൂല. അതെങ്ങനെയായിരുന്നു ആ സിറ്റുവേഷനും കാര്യങ്ങളും? അത് വളരെ, കാരണം ഷാജി കൈലാസിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയല്ല ഡോക്ടർ പശുപതി അന്നത്തെ കാലത്ത്. കാരണം തലസ്ഥാനം, സ്ഥലത്തെ പ്രധാന പയ്യൻസൊക്കെ സംവിധാനം ചെയ്ത ഷാജി കൈലാസ്, അതിൻ്റെ ക്യാമറാമാൻ സന്തോഷ് ശിവനാണ്. അതെ. അപ്പോൾ അത് ഒരു അതിൻ്റെ കോമഡി റോൾ എന്ന് പറയുന്നത് രഞ്ജി പണിക്കറാണ് ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമയാണ്. അതിന്റെ അല്ല, ഞാൻ അഭിനയിക്കേണ്ടതായിരുന്നു. ഏത് റോളായിരുന്നു? നായകനായിട്ട് ഋഷഭാവ കൈകാര്യം ചെയ്ത സായി അഭിനയിക്കേണ്ട. അതില് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സങ്കടം വരും. ആ ഫ്രെയിം നോക്കുമ്പോ നമ്മളുടെ അടുത്ത് പലരും ഇല്ല. അതിൽ ആ ഫ്രെയിമില് അതിപ്പം പല പടങ്ങൾ കാണുമ്പോൾ അതിലെ മധുസാർ പറയായിരുന്നു, ഞാൻ സാർ ആ പടം കണ്ടായിരുന്നോ, പറയും പടം പേടിയാണ് സായി, പടം കാണുമ്പോൾ ഒരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ എന്താ സത്യം വെച്ചാൽ നമ്മുടെ കൂടെ നിന്ന് ആരും ഇല്ല, പലരും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് ചിരിച്ചു, എന്തോ പറയാൻ. പക്ഷേ ഇപ്പം നമ്മൾ ഓരോ സിനിമ കാണുമ്പോൾ ഇന്നലെ വരെ നമ്മുടെ തോളെ കൂടെ കൈയിട്ട് തമാശയും പറഞ്ഞ് നിന്ന ഒരാൾ ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ. നാളെ നമ്മുടെയൊക്കെ അവസ്ഥ തന്നെയാണ്, എന്നാലും പറയാം. അതൊരു വല്ലാത്തൊരു ഫീലാണത്. പടം ചിലപ്പോൾ മൊത്തം കാണാൻ പറ്റില്ല. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അച്ഛൻ പോടാ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട. നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മളിങ്ങനെ പൂവാലന്മാര് കോഴികൾ എന്നൊക്കെ വിളിക്കുന്നെങ്കിലും അത് ആ നാടിനെ മൊത്തത്തിൽ സെറ്റ് ചെയ്തേക്കുന്നത് UDC കുമാരി വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. അതല്ല, ഇന്നസെന്റ് ഏട്ടനാണെങ്കിൽ അവിടെ ഒപ്പത്തിനൊപ്പം നിന്ന് കൗണ്ടർ വന്നുകൊണ്ടിരിക്കുക. ഈ സംഭവങ്ങളൊക്കെ എന്തായാലും ഒറ്റ ഷോട്ടിലല്ല പോകുന്നത്. പക്ഷെ എങ്ങനെയാണ് ഏട്ടാ ആ ഒരു മീറ്റർ പിടിക്കാൻ പറ്റുന്നത്? അത് ഒരു നല്ല, ഈ പറയുന്ന പോലെ ഏറ്റവും പ്രതിഭാധനരായിട്ടുള്ള നടീനടന്മാരാണ് ആ ചിത്രത്തിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. നെടുമുടി വേണുചേട്ടൻ ഹ്യൂമറിന് എന്താ പറയുക, നല്ല ഹ്യൂമറിൻ്റെ ആളല്ലേ. ഇന്നസെൻ്റ് ഏട്ടൻ, പിന്നെ ജഗതി ചേട്ടൻ, പപ്പുവേട്ടൻ, അങ്ങനെ മാമുക്ക, എല്ലാവരുടെയും ഒരു നല്ല ടീമാണ്. നല്ല പെർഫെക്റ്റ് ടൈമിംഗ് ഉള്ള, കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിവുള്ള ആർട്ടിസ്റ്റ് NL ബാലകൃഷ്ണൻ ചേട്ടനുണ്ട്. അറിയാമെന്ന ഒരാളാണ് ജഗദീശൻ ആയതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞത് ആ പടത്തിലൊന്നല്ല, ജഗദീശ് ചെയ്തിട്ടുള്ള പടങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുത്തിക്കൊണ്ട് പോകുന്നതല്ല. ഇദ്ദേഹത്തിനെ പോലെ ഇത്രയും ടൈമിങ്ങോട് കോമഡി സംഭവം ചെയ്യുന്നതും സീരിയസ് ചെയ്യുന്നതും. ഞാൻ അങ്ങനെ ഒരാളെ വിളിച്ചിട്ട് ഹലോ നന്നായിരുന്നു കേട്ടോ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. കാരണം എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് എല്ലാവരെയും ഭയങ്കര പൊക്കിയിട്ട് അയാളുടെ ഭാവി നശിപ്പിക്കരുതെന്ന് പറയും. അപ്പം ഞാനങ്ങനെ പറയാറില്ല. പക്ഷേ ഞാൻ ജഗദീഷിനെ 2 പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം വിളിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനുഷ്യനല്ല എന്നർത്ഥം, ഞാനൊരു കലാകാരനല്ല എന്നർത്ഥം, ഞാൻ ആസ്വാദകനല്ല എന്നർത്ഥം. അതിന് പിന്നെ ഞാൻ ജഗദീഷിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അസലായിരുന്നു ജഗദീഷൻ. ഞാൻ പറഞ്ഞു ഫാലിമി കണ്ടിട്ട്, അതെ, ഫാലിമി കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അതെ, അത് എന്തായാലും കണ്ടിട്ട് ഞാൻ വിളിച്ചു. റോഷാക്കും ബിന്ദു, രണ്ടുപേരും. ബിന്ദു എന്നെ വിളിച്ചിരുന്നു. ബിന്ദു തകർത്തിരിക്കുന്ന പടമാണ് റോഷാക്ക്, അത് വേറെ പ്രശ്നം. ഞാൻ അതിനകത്ത് നന്നായിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ ഏറ്റവും നല്ല സീൻ എന്ന് പറഞ്ഞാൽ ഞാനും ബിന്ദുവും കൂടെ ഉള്ള ആ സീനാണ് റോഷാക്ക്. എല്ലാം പുറകിലിരുന്ന ഒരാൾ. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭാഗ്യമാണ്. കൊട്ടാരക്കര ചേട്ടൻ്റെ കൂടെയാണ് ഉള്ള പടമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ, ആദ്യത്തെ പടം. സായിയുടെ കൂടെ അഭിനയിച്ചു. സായിയുടെ അടുത്ത തലമുറ കല്യാണിയുടെ കൂടെ അഭിനയിക്കുന്നു. തിലകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചു. ഷമ്മി തിലകൻ്റെ കൂടെ അഭിനയിച്ചു. അഭിമന്യു തിലകൻ്റെ കൂടെ അഭിനയിച്ചു. തലമുറകളിലെല്ലാം 3 തലമുറകളുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു നടനാണ്. അതും എല്ലാം പ്രതിഭകളാണ്, അതിൽ വലിയ സന്തോഷമാണ്. എനിക്കും നമുക്കൊക്കെ ഉള്ളൊരു ഭാഗ്യം അതാണ്. ആ ഒരു ഞങ്ങൾ വന്നൊരു സമയമുണ്ടല്ലോ, ആ സമയം ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളാണ്. ഇനിയുള്ളവർക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും. പക്ഷേ നമുക്കതല്ല, നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഭാഗ്യം അതാണ്. അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ പലർക്കും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇപ്പോഴത്തെ ആളുകൾക്ക് പറഞ്ഞാൽ പോലും അത് മനസ്സിലാവില്ല. അത്രയും ഭാഗ്യം ചെയ്തവരാണ്. എന്തായാലും ഞങ്ങളും അതേപോലെ തന്നെ ഈ ഒരു തലമുറയിൽ ജനിക്കാൻ പറ്റിയതിൽ ഞങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ഒരുപാട് സിനിമകൾ കാണാൻ പറ്റിയത്. ഇനിയും ഒരുപാട് സിനിമകളുമായി മുമ്പോട്ട് പോകട്ടെ. നമുക്ക് നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ചോദിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, വിശേഷങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട്. എന്തായാലും ഇനി മധുവിധുവാണ്, ഇത് 1 ഹിറ്റ് ആവട്ടെ, ചരിത്രത്തിൽ രേഖപ്പെടുത്തട്ടെ. ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ സക്സസ് പാർട്ടി കാണാം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു.